ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രിപ്പയർ ചെയ്യുന്നത് മയണൈസാണ്. എല്ലാവർക്കും ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് മയോണൈസ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടത് 2 കോഴിമുട്ടയാണ്. 2 കോഴിമുട്ട സാധാരണ മഞ്ഞ ചേർത്തിട്ടും കോഴിമുട്ട എടുക്കാറുണ്ട്. പക്ഷേ ഞാനിവിടെ മഞ്ഞ ഒഴിവാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊക്കെ വെച്ച് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുള്ളും നമുക്കിതിലേക്ക് കിട്ടും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് എഗ്ഗിൻ്റെ വൈറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു വെളുത്തുള്ളി ചേർത്താൽ മതി. അതന്നെ ഒരുപാട് നല്ല ടേസ്റ്റ് വരും. പിന്നെ ഞാൻ 2 ടീസ്പൂൺ വിനാഗിരി സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു അര ഗ്ലാസോളം ഓയിൽ ചേർക്കുന്നുണ്ട്. ഒരു അര ഗ്ലാസ് പോരാ, 1 ഗ്ലാസ് വേണം. നമുക്ക് അടിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നാരങ്ങ പിഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടെ അടിച്ചെടുക്കണം. ഒന്നുകൂടെ അടിച്ചിട്ട് നമ്മളിതിൻ്റെ ടൈറ്റ് അനുസരിച്ചിട്ട് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ അതിൽ ഓയിൽ ഒഴിച്ച് അടിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാനിവിടെ ഏതാണ്ട് 1 ഗ്ലാസോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പണിയുള്ളൂ മയോണൈസ് ഉണ്ടാക്കാനായിട്ട്. വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് മയോണൈസ് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ പുറത്തുനിന്ന് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് മയോണൈസ്. ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, അതുപോലെ ബ്രോസ്റ്റ്, പിന്നെ KFC ഇതൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വീട്ടിൽ നമുക്ക് പല ഫുഡിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങളിത് എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇനി ആദ്യമേ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ അസ്സലാമു അലൈക്കും.